ഗുൽഗുഡി എന്നു പേരുള്ള ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിലാണ് ശരത് ജീവിച്ചിരുന്നത്. ശരത് ഒരു പോപ്കോൺ വ്യാപാരിയായിരുന്നു. ശരത്തിന്റെ ഭാര്യ വീട്ടിലെ ജോലിയൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അവരുടെ മകൻ ഗോലു 3ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം ശരത് പോപ്കോൺ വിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സ്വാമിജി അതുവഴി വന്നത്. ശരത് അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞു. സ്വാമിജി അദ്ദേഹത്തെ ആശീർവദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ എന്താ വിൽക്കുന്നത്? ബാബ, ഇത് പോപ്കോൺ ആണ്, ഇതാ അങ്ങ് കഴിച്ചോളൂ. ശരത് ഒരു പേപ്പറിൽ പോപ്കോൺ ഇട്ട് സ്വാമിജിയോട് കൊടുത്തു. സ്വാമിജി ആ പോപ്കോൺ കഴിച്ചു. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. പിന്നെ അദ്ദേഹം ഒരുപാട് സന്തോഷിതനായി. നല്ല മൃദുലവും സ്വാദിഷ്ടവുമാണല്ലോ ഇത്. ഇത് നീ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ചോളമെന്ന ധാന്യം തീയിലിട്ട് ചൂടാക്കും. ആ ധാന്യങ്ങൾ പൊട്ടിയാണ് പോപ്കോൺ ഉണ്ടാകുന്നേ. എന്നിട്ട് അതിൽ മുളകും മസാലയും ഇട്ട് വിൽക്കും. നീ എന്താ ഈ പറയുന്നേ? ചോളമെന്ന ധാന്യം എന്റെ കയ്യിലും ഉണ്ടല്ലോ. സ്വാമിജി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചോളം എടുത്ത് അദ്ദേഹത്തിന് നൽകി. എന്നാ ഞാൻ ഈ ധാന്യം പോപ്കോൺ ആക്കി കാണിക്കാം. വേണ്ട മോനെ, ഇത് സാധാരണ ചോളമല്ല, ദിവ്യമായ ചോളമാണ്. നിനക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണോ അപ്പോ നീ ഇത് ഉപയോഗിക്കണം. എന്നാ ശരി. ഇത് പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ശരത് ആ ചോളത്തിനെ തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. രാത്രി വരെ ശരത് പോപ്കോൺ വിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 11 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ വന്നതും ശരത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഗോലു കരയുന്നുണ്ടായിരുന്നു. ശരത് തന്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നാളെ ഇവന്റെ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്നു അത്രേ, ഇവനും പോകണമെന്ന് കരയുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അതിനാണ് ഇവൻ കരയുന്നത്. എത്ര ഫീസ് അടയ്ക്കേണ്ടത്? 10,000. ഇത് കേട്ടതും ശരത് ആശ്ചര്യത്തിലായി. എന്റെ ദൈവമേ, 10,000മോ? ഇത് കൂടുതലാണല്ലോ. ഇപ്പൊ നീ പോവണ്ട, കുറച്ചൊന്ന് വലുതാകട്ടെ, എന്നിട്ട് അയക്കാം. ഇത് കേട്ടപ്പോൾ ഗോലുവിന് ദേഷ്യം വന്നു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത് അച്ഛാ. നിങ്ങൾക്കറിയാമോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പാരഷൂട്ടിൽ പറക്കാൻ പോകുന്നു. ഞാനും പാരഷൂട്ടിൽ കയറി പറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഗോലു സങ്കടത്തോടെ അകത്തേക്ക് പോയി. പിന്നെ ശരത്തിന് ഒരുപാട് വിഷമമായി. ആഹാരം കഴിച്ചതിന് ശേഷം ശരത് കിടന്നു. പക്ഷെ അവന് ഉറക്കം വന്നില്ല. ഗോലു കരഞ്ഞത് അവന് ഒരുപാട് വിഷമമായി. പെട്ടെന്ന് സ്വാമിജി കൊടുത്ത ധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ബാബ പറഞ്ഞല്ലോ ആവശ്യമുള്ളപ്പോ ഈ ധാന്യം ഉപയോഗിക്കണമെന്ന്. ദിവ്യധാന്യം എനിക്ക് എന്റെ ഗോലുവിനെ സന്തോഷിപ്പിക്കണം. ഈ ദിവ്യധാന്യം അതിനെന്നെ സഹായിക്കുമായിരിക്കും. ശരത് പുറത്തേക്ക് വന്ന് പോപ്കോൺ ചെയ്യുന്ന പാത്രം ചൂടാക്കി. എന്നിട്ട് ആ ചോളം എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടു. ചൂടായപ്പോൾ പതുക്കെ പതുക്കെ ആ ധാന്യം പൊട്ടാൻ തുടങ്ങി. ആ ധാന്യത്തിൽ നിന്നും ഒരു വലിയ പോപ്കോൺ തയ്യാറായി. അത് കാണാൻ വളരെ വലുതായിരുന്നു. പോപ്കോൺ കണ്ടിട്ട് ശരത്തിന് വളരെ ആശ്ചര്യം തോന്നി. എന്റെ അമ്മോ, ഇത്രയും വലിയ പോപ്കോണോ? ശരിക്കും ഈ ധാന്യം ദിവ്യത്വമുള്ളതാണ്. പക്ഷേ ഈ ധാന്യം എന്നെ എങ്ങനെ സഹായിക്കും? അപ്പോഴാണ് ഗോലു അവിടേക്ക് വന്നത്. അവനും അത് കണ്ട് അതിശയിച്ചു പോയി. ശരത് തന്റെ മകനോട് സ്വാമിജി പറഞ്ഞതൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് കേട്ടെന്ന് വെച്ചാൽ, എന്ത്? ഈ പോപ്കോൺ വിറ്റാൽ നിനക്ക് പാരച്യൂട്ട് കിട്ടുമോ? അച്ഛാ, നിങ്ങൾ ഒരുപാട് പാവമാണ് അച്ഛാ. പാരഷൂട്ട് ക്രിക്കറ്റ് ബാറ്റ് പോലെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. നിങ്ങൾ ജീവിതകാലം മൊത്തം പോപ്കോൺ വിറ്റാലും നിങ്ങളെ കൊണ്ട് പാരഷൂട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അറിയാമോ, അത് കാറ്റിൽ പറക്കും. ഗോലു പറഞ്ഞത് കേട്ടിട്ട് ശരത് പറഞ്ഞു, ഈ പോപ്കോണും കാറ്റിൽ പറക്കും. ശരത് പറഞ്ഞത് കേട്ടപ്പോൾ ഗോലുവിന് വളരെ സന്തോഷം തോന്നി. അടിപൊളി, എന്ത് നല്ല ഐഡിയ ആണ് അച്ഛാ ഇത്. നമ്മൾ എന്തുകൊണ്ട് ഈ പോപ്കോണിനെ ഒരു പാരഷൂട്ടാക്കി മാറ്റിക്കൂടാ? പക്ഷെ എങ്ങനെ? നിങ്ങൾ പോയി കയറെടുത്തു കൊണ്ടുവരൂ. ശരത് അകത്തു നിന്നും ഒരു കയറുമായി വന്നു. എന്നിട്ട് ഗോലു ആ കയർ കൊണ്ട് പോപ്കോണിനെ ഇറുക്കി കെട്ടി. എന്നിട്ട് കുറച്ചു സമയത്തിനകം രാവിലെ ആയി. എന്നിട്ട് ഗോലു പറഞ്ഞു, പാരഷൂട്ട് അങ്ങനെ റെഡിയായി. വരൂ അച്ഛാ, ഇപ്പോ ഏതെങ്കിലും വലിയ ടവറിൽ ചെന്ന് നിന്ന് നമുക്ക് താഴേക്ക് ചാടാം. ഇത് കേട്ടിട്ട് ശരത്തിന് പേടി തോന്നി. ഒരുപക്ഷെ നമ്മൾ വീഴുവാണെങ്കിലോ? അച്ഛാ, പേടിക്കല്ലേ, ഞാൻ ഇരിക്കുന്നല്ലോ. ഗോലുവും ശരത്തും പോപ്കോണിനോടൊപ്പം ഒരു വലിയ ടവറിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ശരത്ത് തന്നോടൊപ്പം അച്ഛനെയും കയറിൽ ഇറുക്കി കെട്ടി. വരൂ അച്ഛാ, ഇപ്പോ ചാടണം. 1, 2, 3. പോപ്കോൺ പാരഷൂട്ടിനെ പോലെ അവർ രണ്ടുപേരെയും ആകാശത്തിൽ പറക്കാൻ വെച്ചു. യാഹൂ! കണ്ടോ അച്ഛാ, ആകാശത്തിൽ പറക്കാൻ എന്തു നല്ല രസമാണെന്നോ. അതെ ഗോലു, നല്ല രസമുണ്ട്. അങ്ങനെ പോപ്കോൺ പാരഷൂട്ട് ആകാശത്തിൽ പറന്നുകൊണ്ടിരുന്നു. അപ്പോ താഴെ നിന്ന ജനങ്ങളൊക്കെ മുകളിൽ പാരഷൂട്ട് കണ്ട് ഒരുപാട് അതിശയിച്ചു പോയി. ഇത് കണ്ടപ്പോൾ ഗോലുവിനും ശരത്തിനും വീണ്ടും ഒരുപാട് സന്തോഷം തോന്നി. 2 മണിക്കൂറോളം രണ്ടുപേരും ആകാശത്തിൽ പാരഷൂട്ടിൽ പറന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഗോലു അവരുടെ പോപ്കോൺ പാരഷൂട്ടിനെ കൊണ്ട് അവരുടെ തട്ടിൻ പുറത്ത് ലാൻഡ് ചെയ്തു.
തട്ടിനു പുറത്ത് ഗോലുവിന്റെ അമ്മ നിൽക്കുകയായിരുന്നു. അവർക്ക് ദേഷ്യം വന്നു. അച്ഛനും മകനും ഒട്ടും കൊള്ളത്തില്ല. എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം പറക്കുന്നു. അമ്മേ, ടെൻഷൻ ആകല്ലേ. പോപ്കോൺ പാരഷൂട്ട് നമ്മുടെ സ്വന്തം പാരഷൂട്ട് അല്ലേ, തോന്നുമ്പോഴൊക്കെ പറക്കാം. പിന്നെന്തായി? അടുത്ത ദിവസം ഗോലു ശരത്തിനെയും അവന്റെ അമ്മയെയും ആ ടവറിലേക്ക് കൊണ്ടുപോയി. 3 പേരും ഒന്നിച്ച് ടവറിൽ നിന്നും ചാടി. എന്നിട്ട് പോപ്കോൺ പാരഷൂട്ട് ഉപയോഗിച്ച് ആകാശത്തിൽ പറക്കാൻ തുടങ്ങി. ഈ പോപ്കോൺ പാരഷൂട്ട് കൊണ്ട് ശരത്തിന്റെ ഫാമിലി ദിവസവും ആകാശത്ത് പറക്കാൻ തുടങ്ങി. എന്നിട്ട് വളരെ സന്തോഷിതരായി. ഗുൽഗുഡി എന്നു പേരുള്ള ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിലാണ് ശരത് ജീവിച്ചിരുന്നത്. ശരത് ഒരു പോപ്കോൺ വ്യാപാരിയായിരുന്നു. ശരത്തിന്റെ ഭാര്യ വീട്ടിലെ ജോലിയൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അവരുടെ മകൻ ഗോലു 3ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം ശരത് പോപ്കോൺ വിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സ്വാമിജി അതുവഴി വന്നത്. ശരത് അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞു. സ്വാമിജി അദ്ദേഹത്തെ ആശീർവദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ എന്താ വിൽക്കുന്നത്? ബാബ, ഇത് പോപ്കോൺ ആണ്, ഇതാ അങ്ങ് കഴിച്ചോളൂ. ശരത് ഒരു പേപ്പറിൽ പോപ്കോൺ ഇട്ട് സ്വാമിജിയോട് കൊടുത്തു. സ്വാമിജി ആ പോപ്കോൺ കഴിച്ചു. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. പിന്നെ അദ്ദേഹം ഒരുപാട് സന്തോഷിതനായി. നല്ല മൃദുലവും സ്വാദിഷ്ടവുമാണല്ലോ ഇത്. ഇത് നീ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ചോളമെന്ന ധാന്യം തീയിലിട്ട് ചൂടാക്കും. ആ ധാന്യങ്ങൾ പൊട്ടിയാണ് പോപ്കോൺ ഉണ്ടാകുന്നേ. എന്നിട്ട് അതിൽ മുളകും മസാലയും ഇട്ട് വിൽക്കും. നീ എന്താ ഈ പറയുന്നേ? ചോളമെന്ന ധാന്യം എന്റെ കയ്യിലും ഉണ്ടല്ലോ. സ്വാമിജി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചോളം എടുത്ത് അദ്ദേഹത്തിന് നൽകി. എന്നാ ഞാൻ ഈ ധാന്യം പോപ്കോൺ ആക്കി കാണിക്കാം. വേണ്ട മോനെ, ഇത് സാധാരണ ചോളമല്ല, ദിവ്യമായ ചോളമാണ്. നിനക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണോ അപ്പോ നീ ഇത് ഉപയോഗിക്കണം. എന്നാ ശരി. ഇത് പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ശരത് ആ ചോളത്തിനെ തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. രാത്രി വരെ ശരത് പോപ്കോൺ വിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 11 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ വന്നതും ശരത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഗോലു കരയുന്നുണ്ടായിരുന്നു. ശരത് തന്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നാളെ ഇവന്റെ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്നു അത്രേ, ഇവനും പോകണമെന്ന് കരയുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അതിനാണ് ഇവൻ കരയുന്നത്. എത്ര ഫീസ് അടയ്ക്കേണ്ടത്? 10,000. ഇത് കേട്ടതും ശരത് ആശ്ചര്യത്തിലായി. എന്റെ ദൈവമേ, 10,000മോ? ഇത് കൂടുതലാണല്ലോ. ഇപ്പൊ നീ പോവണ്ട, കുറച്ചൊന്ന് വലുതാകട്ടെ, എന്നിട്ട് അയക്കാം. ഇത് കേട്ടപ്പോൾ ഗോലുവിന് ദേഷ്യം വന്നു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത് അച്ഛാ. നിങ്ങൾക്കറിയാമോ, എന്റെ ഫ്രണ്ട്സൊക്കെ പാരഷൂട്ടിൽ പറക്കാൻ പോകുന്നു. ഞാനും പാരഷൂട്ടിൽ കയറി പറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഗോലു സങ്കടത്തോടെ അകത്തേക്ക് പോയി. പിന്നെ ശരത്തിന് ഒരുപാട് വിഷമമായി. ആഹാരം കഴിച്ചതിന് ശേഷം ശരത് കിടന്നു. പക്ഷെ അവന് ഉറക്കം വന്നില്ല. ഗോലു കരഞ്ഞത് അവന് ഒരുപാട് വിഷമമായി. പെട്ടെന്ന് സ്വാമിജി കൊടുത്ത ധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ബാബ പറഞ്ഞല്ലോ ആവശ്യമുള്ളപ്പോ ഈ ധാന്യം ഉപയോഗിക്കണമെന്ന്. ദിവ്യധാന്യം എനിക്ക് എന്റെ ഗോലുവിനെ സന്തോഷിപ്പിക്കണം. ഈ ദിവ്യധാന്യം അതിന് എന്നെ സഹായിക്കുമായിരിക്കും. ശരത് പുറത്തേക്ക് വന്ന് പോപ്കോൺ ചെയ്യുന്ന പാത്രം ചൂടാക്കി. എന്നിട്ട് ആ ചോളം എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടു. ചൂടായപ്പോൾ പതുക്കെ പതുക്കെ ആ ധാന്യം പൊട്ടാൻ തുടങ്ങി. ആ ധാന്യത്തിൽ നിന്ന് ഒരു വലിയ പോപ്കോൺ തയ്യാറായി. അത് കാണാൻ വളരെ വലുതായിരുന്നു. പോപ്കോൺ കണ്ടിട്ട് ശരത്തിന് വളരെ ആശ്ചര്യം തോന്നി. എന്റെ അമ്മോ, ഇത്രയും വലിയ പോപ്കോണോ? ശരിക്കും ഈ ധാന്യം ദിവ്യത്വമുള്ളതാണ്. പക്ഷേ ഈ ധാന്യം എന്നെ എങ്ങനെ സഹായിക്കും? അപ്പോഴാണ് ഗോലു അവിടേക്ക് വന്നത്. അവനും അത് കണ്ട് അതിശയിച്ചു പോയി. ശരത് തന്റെ മകനോട് സ്വാമിജി പറഞ്ഞതൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് കേട്ടെന്ന് വെച്ചാൽ, എന്ത്? ഈ പോപ്കോൺ വിറ്റാൽ നിനക്ക് പാരച്യൂട്ട് കിട്ടുമോ? അച്ഛാ, നിങ്ങൾ ഒരുപാട് പാവമാണ് അച്ഛാ. പാരഷൂട്ട് ക്രിക്കറ്റ് ബാറ്റ് പോലെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. നിങ്ങൾ ജീവിതകാലം മൊത്തം പോപ്കോൺ വിറ്റാലും നിങ്ങളെ കൊണ്ട് പാരഷൂട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അറിയാമോ, അത് കാറ്റിൽ പറക്കും. ഗോലു പറഞ്ഞത് കേട്ടിട്ട് ശരത് പറഞ്ഞു, ഈ പോപ്കോണും കാറ്റിൽ പറക്കും. ശരത് പറഞ്ഞത് കേട്ടപ്പോൾ ഗോലുവിന് വളരെ സന്തോഷം തോന്നി. ഹാ, അടിപൊളി! എന്ത് നല്ല ഐഡിയ ആണ് അച്ഛാ ഇത്. നമ്മൾ എന്തുകൊണ്ട് ഈ പോപ്കോണിനെ ഒരു പാരഷൂട്ടാക്കി മാറ്റിക്കൂടാ? പക്ഷെ എങ്ങനെ? നിങ്ങൾ പോയി കയറെടുത്തു കൊണ്ടുവരൂ. ശരത് അകത്തു നിന്നും ഒരു കയറുമായി വന്നു. എന്നിട്ട് ഗോലു ആ കയർ കൊണ്ട് പോപ്കോണിനെ ഇറുക്കി കെട്ടി. എന്നിട്ട് കുറച്ചു സമയത്തിനകം രാവിലെ ആയി. എന്നിട്ട് ഗോലു പറഞ്ഞു, ഹാ, പാരഷൂട്ട് അങ്ങനെ റെഡിയായി. വരൂ അച്ഛാ, ഇപ്പോ ഏതെങ്കിലും വലിയ ടവറിൽ ചെന്ന് നിന്ന് നമുക്ക് താഴേക്ക് ചാടാം. ഇത് കേട്ടിട്ട് ശരത്തിന് പേടി തോന്നി. ഒരുപക്ഷെ നമ്മൾ വീഴുവാണെങ്കിലോ? അച്ഛാ, പേടിക്കല്ലേ, ഞാൻ ഇരിക്കുന്നല്ലോ. ഗോലുവും ശരത്തും പോപ്കോണിനോടൊപ്പം ഒരു വലിയ ടവറിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ശരത്ത് തന്നോടൊപ്പം അച്ഛനെയും കയറിൽ ഇറുക്കി കെട്ടി. വരൂ അച്ഛാ, ഇപ്പോ ചാടണം. 1,
2 3 പോപ്കോൺ പാരഷൂട്ടിനെ പോലെ അവർ രണ്ടുപേരെയും ആകാശത്തിൽ പറക്കാൻ വെച്ചു. യാഹൂ! കണ്ടോ അച്ഛാ, ആകാശത്തിൽ പറക്കാൻ എന്തു നല്ല രസമാണെന്നോ. അതെ ഗോലു, നല്ല രസമുണ്ട്. അങ്ങനെ പോപ്കോൺ പാരഷൂട്ട് ആകാശത്തിൽ പറന്നുകൊണ്ടിരുന്നു. അപ്പോ താഴെ നിന്ന ജനങ്ങളൊക്കെ മുകളിൽ പാരഷൂട്ട് കണ്ട് ഒരുപാട് അതിശയിച്ചു പോയി. ഇത് കണ്ടപ്പോൾ ഗോലുവിനും ശരത്തിനും വീണ്ടും ഒരുപാട് സന്തോഷം തോന്നി. 2 മണിക്കൂറോളം രണ്ടുപേരും ആകാശത്തിൽ പാരഷൂട്ടിൽ പറന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഗോലു അവരുടെ പോപ്കോൺ പാരഷൂട്ടിനെ കൊണ്ട് അവരുടെ തട്ടിൻ പുറത്ത് ലാൻഡ് ചെയ്തു. തട്ടിനു പുറത്ത് ഗോലുവിന്റെ അമ്മ നിൽക്കുകയായിരുന്നു. അവർക്ക് ദേഷ്യം വന്നു. അച്ഛനും മകനും ഒട്ടും കൊള്ളത്തില്ല, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം പറക്കുന്നു. അമ്മേ, ടെൻഷൻ ആകല്ലേ, പോപ്കോൺ പാരഷൂട്ട് നമ്മുടെ സ്വന്തം പാരഷൂട്ട് അല്ലേ, തോന്നുമ്പോഴൊക്കെ പറക്കാം. പിന്നെന്തായി, അടുത്ത ദിവസം ഗോലു ശരത്തിനെയും അവന്റെ അമ്മയെയും ആ ടവറിലേക്ക് കൊണ്ടുപോയി. 3 പേരും ഒന്നിച്ച് ടവറിൽ നിന്നും ചാടി. എന്നിട്ട് പോപ്കോൺ പാരഷൂട്ട് ഉപയോഗിച്ച് ആകാശത്തിൽ പറക്കാൻ തുടങ്ങി. ഈ പോപ്കോൺ പാരഷൂട്ട് കൊണ്ട് ശരത്തിന്റെ ഫാമിലി ദിവസവും ആകാശത്ത് പറക്കാൻ തുടങ്ങി. എന്നിട്ട് വളരെ സന്തോഷിതരായി.